രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ റിമാൻഡിലാണ്. കോടതി രാഹുലിനെ ജയിലിലേക്ക് അയക്കുന്നു. രാഹുൽ ഈശ്വറിന് എതിരായി നേരത്തെ റിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയിരുന്ന എല്ലാ ആവശ്യങ്ങളും കോടതി പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചുവെന്ന പരാതിക്കാരിയുടെ വ്യക്തിവിവരങ്ങൾ പുറത്താക്കി എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കോടതി ജയിലിലേക്ക് അയക്കുകയാണ്. വി പി സഫാൻ ചേരുന്നുണ്ട്. സഫാൻ, എന്താണ് കോടതി തീരുമാനം? ധന്യ, വിശദമായ വാദങ്ങൾക്ക് ശേഷം 1 മണിക്കൂർ നീണ്ട വിശദമായ വാദങ്ങൾക്ക് ശേഷം രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. രാഹുൽ റിമാൻഡിലിരിക്കുകയാണ്. ഈ സൈബർ അധിക്ഷേപ പരാതിയിൽ ഇന്നലെ രാവിലെയാണ് അതിജീവിതയുടെ പരാതി വരുന്നത്. അതിനുശേഷം 4:30 കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 1 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിക്കുകയാണ്. രാഹുൽ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം രാഹുൽ ഈശ്വറാണ് തന്റെ വാദങ്ങൾ കോടതിയെ ധരിപ്പിച്ചത്. താൻ ഒരിക്കലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചിട്ടില്ല, അത്തരത്തിൽ പ്രചരണം നടത്തിയിട്ടില്ല, നിയമത്തിന്റെ പരിരക്ഷയ്ക്കുള്ളിലാണ് താൻ ഇത്തരത്തിൽ പ്രചരണം നടത്തിയതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം. എന്നാൽ ഈ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് പ്രോസിക്യൂഷന്റെ തന്നെ കൂടി വാദങ്ങൾ കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. ഈ പ്രതി സമാന കുറ്റകൃത്യങ്ങൾ, ഇത്തരത്തിൽ സൈബർ അധിക്ഷേപങ്ങൾ തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതുതന്നെയാണോ സഫാൻ? അതായത് ഈ പ്രതി നിരന്തരം ഈ രീതിയിലുള്ള കുറ്റങ്ങൾ ആവർത്തിക്കുന്ന ആൾ എന്ന് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചോ? അതാണോ ജാമ്യം തള്ളാനുള്ള പ്രധാന കാരണം? ധന്യ, കൃത്യമായി തന്നെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിരുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ് പ്രതി. ആ അർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ കേസിൽ തന്നെ 12ഓളം വീഡിയോ പ്രതി ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ പരിരക്ഷയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു. ആ പിടിച്ചെടുത്ത ലാപ്ടോപ്പിലടക്കം ഇപ്പോൾ കാണുന്ന അതിജീവിതയുടെ ചിത്രങ്ങൾ ഇദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ കമ്മ്യൂണിക്കേഷനുകൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വഞ്ചൂർ കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കൃത്യമായ തെളിവുകൾ ഇനി ഇപ്പോൾ മാധ്യമങ്ങളോടക്കം പരസ്യമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണക്കുന്ന നിലപാട് ഞാൻ തുടരും. അതടക്കം കോടതിയെ ധരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയും. കാരണം ഈ പ്രതി നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനത്തിൽ, അതായത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുമെന്നുള്ള കാര്യങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്നതാണ്. ഈ നിയമ നടപടിയിലടക്കം, അതായത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ശേഷം അടക്കം ഈ പ്രതി നടത്തിയ പരാമർശങ്ങളും മറ്റും കോടതിയെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്നതാണ്. ഇത്തരത്തിൽ ഹിസ്റ്ററിയുള്ള ഒരാളാണ്. ഇത്തരത്തിൽ സമാന കുറ്റകൃത്യങ്ങൾ, അതായത് രാഹുൽ ഈശ്വറിന്റെ മറ്റുള്ള കേസുകളിൽ ഇത്തരത്തിൽ അതിജീവിതമാരൊക്കെ അപമാനിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന് സമാനമായ കേസുകൾ രാഹുൽ ഈശ്വറിന് എതിരെയുണ്ട്. അതിന്റെ സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി, അതായത് രാഹുൽ ഈശ്വറിനെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുന്ന സമയത്ത് പുറത്തുവിട്ടാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചുകൂടി സാമൂഹികമായിട്ടുണ്ടാക്കുന്ന ഭിന്നിപ്പ് ഉൾപ്പെടെ കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രധാന വാദങ്ങൾ സഫാൻ? രാഹുൽ ഈശ്വർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, താൻ നിയമത്തിന്റെ പരിരക്ഷയിൽ നിന്നുകൊണ്ടാണ്, തനിക്ക് നിയമം അറിയാം, അതുകൊണ്ട് താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വ്യക്തിയെ മാത്രം പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇരയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഈ ഇരയെ, അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം തൻ്റെ ഭാഗത്തല്ല ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ള പോസ്റ്റുകൾ താൻ കോട്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്കൊരു അധിക്ഷേപവും ആക്ഷേപവും തൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന ന്യായമാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും കോടതിയിൽ സമർപ്പിച്ചത്.